20 സെന്റിൽ 3500 സ്ക്വയർ ഫീറ്റ് വരുന്ന വലിയൊരു വീട്, അതും കൊട്ടാരം പോലുള്ളൊരു വീട് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് തന്നാലോ? കഴിഞ്ഞിട്ട് ഒരു താറ് റോക്സും കൂടെ ഫ്രീ ആയിട്ട് തരുന്നുണ്ട് കേട്ടോ. എന്റെ പ്രാർത്ഥന ഉണ്ടെങ്കിലോ എന്നെങ്കിലും ഒരു ദിവസം ഇതിന്റെ സത്യാവസ്ഥ ജനങ്ങൾ അറിയും. അല്ല ഞാൻ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. ഇപ്പൊ ഇക്ക അതിനകത്ത് നിന്ന് ഇത്രയും താന്നിട്ട് സാധനം എടുക്കുന്നത്. രണ്ടാമത് ഈ ജിംനിയുടെ എടുക്കാനായിട്ടുള്ള മറ്റേ പുള്ളിക്കാരനും ഇതുപോലെ രീതിയിലാണ് എടുക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും എടുക്കുന്ന ഒരേ രീതിയിലാണ്. അതിനുശേഷം ബുള്ളറ്റ് എടുക്കുന്ന ആള് മുകളിൽ നിന്ന് എടുക്കുന്നത്. അതിനുശേഷം നാലാമത് ആക്റ്റീവ് എടുക്കാനായിട്ട് ഇടുന്ന ആള് അടിയിലേക്ക് കൈ ഇടുമ്പോഴത്തേക്കും തൊട്ടടുത്തിരിക്കുന്ന ആൾ അടിയിലൊക്കെ കൈ ഇടണ്ടെന്ന് പറഞ്ഞ് കയ്യിൽ തട്ടി മാറ്റും. ഈ ലൈവ് ഒന്നുകൂടെ നോക്കിയാൽ മതി. കയ്യിൽ തട്ടി മാറ്റും. അടിയിൽ കൈ ഇടണ്ടെന്ന് പറഞ്ഞ് കൈ തട്ടി മാറ്റി. ഇത് ഇപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്കിടയിലേക്ക് സംശയം വരുന്ന ഒരു കാര്യം. ഇത് പിന്നെ വിവാദമാക്കിയവരുടെ പേരിൽ ഞാൻ കേസ് കൊടുക്കുന്നുണ്ട്. ഞാൻ എല്ലാവരുടെ പേരിലും പിന്നെ ഇപ്പൊ എന്റെ പേരിൽ ആരൊക്കെ വീടിട്ടില്ല. കാരണം അത്രയും നമ്മളെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ നമ്മളെ പറ്റ അതായത് അവരുടെ പേരിൽ ഞാൻ തന്നെ കേസ് കൊടുക്കുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഞാൻ ചോദിക്കുന്നത് അതല്ല. ഞാൻ നമ്മൾ വിളിച്ചിട്ട് ഇഷ്യൂ ഉണ്ടാക്കാനോ എടുക്കാനോ വിളിച്ചല്ല, പക്ഷെ നമ്മൾ വീഡിയോ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ വിളിക്കുന്നുള്ളൂ. പക്ഷെ ഇത് വീഡിയോ ചെയ്ത ആൾക്കാരുടെ പേരിൽ നിങ്ങൾ കേസ് കൊടുത്തിട്ട് അതിനകത്തൊന്നും വരാൻ പോകുന്നില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈബർ കേസ് എടുക്കാൻ പോകുന്നത് ഏത് രീതിയിലായിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ അറിയാൻ പറ്റും. നിങ്ങൾ ചെയ്തത് ഒരു തട്ടിപ്പല്ല, ഞങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ട് എന്നുള്ള രീതിയിൽ കാണിക്കാൻ നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും ആയിട്ടുള്ള തെളിവുകളോ എവിഡൻസോ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പ്രൂവ് ചെയ്യുക. അതിനെ സമയം കാണത്തുള്ളൂ. ഞാൻ 5 മാസമായി ഇപ്പൊ ഈ നറുക്കെടുപ്പിന്റെ പിന്നാലായിട്ട്. അപ്പൊ ആദ്യം ഒരു വട്ടം നമ്മൾ ഡേറ്റ് മാറ്റിയതാണ്. പിന്നെയും നമ്മളോട് പിന്നെ ഡേറ്റ് ഇനി മാറ്റാൻ പറ്റൂല, ഇനി മാറ്റി കഴിഞ്ഞാൽ നമുക്ക് വിഷയമാണ്, ഈ ദിവസം തന്നെ എടുക്കാൻ പറഞ്ഞ് ഞാൻ നിർബന്ധിച്ചിട്ടാണ് ഈ ഡേറ്റിൽ തന്നെ നറുക്കെടുത്തത്. ഈ ഡേറ്റിൽ തന്നെ നറുക്കെടുത്തത് ഞാൻ പറഞ്ഞിട്ടാണ്. മറ്റേ അവിടുത്തെ ആൾക്കാരൊക്കെ പറഞ്ഞു വേണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് പ്രൈസും ഒക്കെ നമുക്ക് വേണമെങ്കിൽ പിന്നെ മാറ്റാറോ. പക്ഷെ അതൊന്നും പറ്റൂല. ഞാൻ എന്തായാലും ഈ കറക്റ്റ് ഡേറ്റിന് ഞാൻ നറുക്കെടുക്കും. എനിക്ക് നാട്ടാര മുന്നില് പിന്നെ തലയെത്തി നടക്കാനുള്ളതാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞാനിപ്പോ ഈ വീഡിയോ ചെയ്തപ്പോൾ എനിക്കുണ്ടായ 3-4 ഡൗട്ട് ഞാനൊന്ന് ചോദിച്ചോട്ടെ. അപ്പം കഴിഞ്ഞ ദിവസം ഈ മുഹമ്മദ് ഷാഫി വയനാടെന്ന് പറയുന്ന പുള്ളി ഒരു ചാനലിനകത്തുനിന്ന് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 3 മിനിറ്റ് വീഡിയോ. ആ വീഡിയോക്കകത്ത് പുള്ളിക്കാരൻ പറയുന്നുണ്ട്, എനിക്ക് കിട്ടിയിട്ടുള്ള ആ വീടിന് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കണക്ക് വാല്യൂ ഇല്ല, 30 ലക്ഷം രൂപയുള്ള വീടിന്റെ വില. അപ്പം ടോട്ടൽ നിങ്ങൾക്ക് പിരിഞ്ഞു കിട്ടിയ ടിക്കറ്റ് നിങ്ങളുടെ ഒരു വീഡിയോക്കകത്ത് ഞാൻ കണ്ടായിരുന്നു 8329 ടിക്കറ്റ് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അല്ലേ? അതോ ഞാൻ കണ്ടത്. അപ്പൊ അതിനകത്ത് അപ്പം എമൗണ്ട് വെച്ച് നോക്കുമ്പോഴത്തേക്കിന് 83,29,000 രൂപ പിരിവ് വന്നിരിക്കുന്നത്. അപ്പം ഈ ഒരു ജിംനിയുടെ വിലയും 4 ഗോൾഡ് കോയിനും ആക്റ്റീവ ബുള്ളറ്റ് എല്ലാം കൂടെ ചേർത്ത് ഒരു 20 ലക്ഷം രൂപ. പിന്നെ വീടിന്റെ വില എല്ലാം കൂടെ ആകുമ്പോൾ 50. അപ്പൊ അതിനകത്ത് ബാക്കി മിച്ചം വരത്തില്ലേ? എനിക്കൊരു ഡൗട്ട് തോന്നിയതാണ്, മിച്ചം വരത്തില്ലേ? അപ്പം അതിന്റെ കണക്കും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഇയാളെ കടം വീടിയിട്ടില്ല. ഇല്ല, ഇയാളെ കടം വീടിയിട്ടില്ല. കാരണം ഇയാൾക്ക് 1.5 കോടി റുപ്യാണ് ഇയാൾക്ക് കടലത്. അപ്പൊ ഈ 1.5 കോടി റുപ്യയാണോ നമ്മൾ ഈ ഒരു വീട് വെച്ചിട്ട് ഇത് ചെയ്യാനായിട്ട് ഇരുന്നത്? അതൊന്നും ചീറ്റിംഗ് അല്ലേ? കാരണം നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന മുതലിന് അത്ര വാല്യൂ ഇല്ലല്ലോ. അല്ല, ഇയാള് പറഞ്ഞത് 1.5 കോടിയാണ്. പുള്ളിയുടെ കടമെന്ന് പറയുന്നത് 1.5 കോടിയാണ്. ഇയാൾ ഇന്നോട് പറഞ്ഞത്. കാരണം ഞാൻ ഇവർക്കൊക്കെ വിളിച്ച റെക്കോർഡും കാര്യങ്ങളൊക്കെ ഞാൻ എന്റെ കയ്യിലുണ്ട്. അല്ല, ഇപ്പൊ ഞാൻ ഉൾപ്പെടെ നിങ്ങൾക്കെതിരെയാണ് വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ ചെയ്തിരിക്കുന്നത് അങ്ങനെ തന്നെ. അത് പക്ഷെ നിങ്ങളുടെ ഭാഗത്ത് എനിക്ക് ചെയ്തപ്പോൾ തോന്നിയ 2-3 ഡൗട്ടായി ഈ കാര്യങ്ങൾ. ഈ ഡൗട്ടിനകത്ത് നിങ്ങൾ അപ്പൊ അവരുടെ കയ്യിൽ ഇരുന്ന ഒരു പ്രോപ്പർട്ടിക്ക് ഇത്രയും റേറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അത് 1.5 കോടി രൂപ കിട്ടാനായിട്ട് അപ്പൊ നമ്മൾ അവരുടെ കൂടെ അത് കൂട്ടി നിൽക്കുമല്ലേ? അത് അതിനകത്ത് എന്തെങ്കിലും ഉണ്ട്. ഇപ്പം ഇക്ക ഫേസ്ബുക്കിലൊക്കെ നല്ല റീച്ച് ഉള്ള ഒരു വ്യക്തിയാണ്. അവർ ടിക്കറ്റ് പോയതിന് 80% നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് തന്നെ ആയിരിക്കും. അല്ലാതെ ഇപ്പൊ കെ എൽ ബ്രോ ചെയ്തെന്ന് പറഞ്ഞാലും മുകേഷ് ചെയ്തെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് കിട്ടുന്ന അത്ര ഇമ്പാക്ട്, നിങ്ങൾ ഇത്ര ജനങ്ങൾക്കിടയിലേക്ക് സംസാരിക്കുന്ന ഒരു രീതിയൊന്നും വെച്ചിട്ട് ആ ഒരു രീതി തന്നെ ഇത് പോയിട്ടുള്ളത്. അപ്പം ആ ഒരു ഇപ്പൊ ഞാൻ വിൽക്കുന്ന ഒരു സാധനത്തിന് 10 രൂപ വില ഉള്ളെങ്കിൽ ഞാനത് 30 രൂപയ്ക്ക് വിൽക്കുമ്പോഴത്തേക്കിന് അത് ബുദ്ധിമുട്ടല്ലേ? നമ്മളിപ്പോ ഞാനത് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് അതൊരു ബുദ്ധിമുട്ടായിട്ട് ഒരു കാര്യമാണ്. ഇതില് ഞാൻ മാത്രമല്ല വീഡിയോ ചെയ്തിരിക്കുന്നത്. എനിക്കറിയാം ആരൊക്കെ ചെയ്തിട്ടുണ്ട്, അറിയാം. 3-4 പേര് നിങ്ങളുടെ മണ്ടയിലാണ് വന്നത്. നിങ്ങൾ കാണിച്ചത് ആ ഞെടുക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. അവിടെ ആരെങ്കിലും പൊന്നാര സുഹൃത്തെ, ഇത് അത്രയും ആൾക്കാരടിയിൽ നിന്ന് നമ്മളോട് ഇവര് നറുക്കെടുക്കാൻ പറഞ്ഞു. ഞാൻ എന്ത് ചെയ്യാനാണ്? അല്ല, ആ സൈഡ് പോവാൻ ഞാൻ എന്റെ ലൈഫിൽ ഇന്നേ വരെ ഞാൻ നറുക്കെടുത്തിട്ടില്ല. ഞാൻ ഈ കുറി കാര്യങ്ങൾ ഇതൊന്നും ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു വ്യക്തിയാണ്. ഞാൻ ആകെ ചെയ്തു പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ഇട്ടുന്നുള്ളൂ. കാരണം ഇതുവരെ നമ്മൾ നറുക്കെടുപ്പ് എന്തായാലും നമുക്ക് അറിയാത്ത ഒരാളാണ് ഞാൻ. ഇതിന്റെ പേജ് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം. അതിന്റെ അടിയിൽ പിന്നെ ഈ ആൾക്കാരുടെ അടിയിൽ നിന്ന് ഇവരിഞ്ഞോട് പറഞ്ഞു, പിന്നെ ആദ്യം പേര് ഒന്ന് പൈസ മറച്ചിക്കണ്. അത് കഴിഞ്ഞിട്ടാണ് ഇവര് പറഞ്ഞത് നിങ്ങൾ എടുക്കണം കേട്ടോ പറഞ്ഞു. നിങ്ങൾ എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ എടുത്തത്. നിങ്ങൾ ഇവിടുത്തെ ഗസ്റ്റാണ്, നിങ്ങളല്ല പിന്നെ വേറെ ആരും എടുക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ എടുത്തത്. എനിക്കറിയാം. കാരണം ഞാൻ ഇത് മെയിൻ ഞാൻ പറഞ്ഞ ഇത് മെയിൻ എന്താണ്, മെയിൻ ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ വിഷയമാവുന്നുള്ളത് എല്ലാവർക്കും അറിയാം. കാരണം നമ്മൾ എന്തെങ്കിലും ഒന്ന് കിട്ടാൻ വേണ്ടി നിൽക്കുകയാണ് ജനങ്ങള്.
ഞാൻ ഇപ്പൊ അത് ഈ വീഡിയോ പിന്നെ പോലീസിനെ വിളിച്ചിരുന്നു, ഞാൻ അത് കാട്ടി കൊടുത്തു. ഇതാണ് എന്റെ വീഡിയോ. ആണോ? ആ ഇതാണ് എന്റെ വീഡിയോ. ഞാൻ ലൈവ് എടുത്തു, ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടില്ല. ഇങ്ങോട്ട് ഇങ്ങനെ നിങ്ങളുടെ പേരിൽ പരാതി വന്നിട്ടുണ്ട്. എന്താണ് എൻ്റെത്? ഇതാണ് എന്റെ വീഡിയോ. അപ്പൊ 100-300 ജനങ്ങളെ മുന്നില്, അതും കൊടുക്കുക എന്ന് പറഞ്ഞൊരു നാട്ടില് എന്ത് 300 ജനങ്ങളൊന്നും അതിനകത്ത് ഇല്ലായിരുന്നു, ഞാൻ കണ്ടു. അവിടെ അല്ലടാ, അത് പെരന്റെ ഹാളാണത്. അത് പെരന്റെ ഹാളാണ്. കാരണം മഴ 4 ദിവസമായിട്ട് അവിടെ മഴയാണ്. 4 ദിവസമായിട്ട് അവിടെ പെരും മഴയാണ്. കാരണം പെരും മഴയും കാറ്റും, അങ്ങനെയാണ് അവിടുത്തെ സ്ഥലം. അങ്ങനെ നമ്മൾ ഇതിന്റെ മുന്നേ അവിടെ ഓരോ പേരുടെ തൊട്ടടുത്ത് തന്നെ ഒരു ഗ്രൗണ്ട് ഉണ്ട്. ഈ ഗ്രൗണ്ടിൽ ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു പരിപാടി വെക്കാനുള്ള പരിപാടിയായിരുന്നു. കറണ്ട് എന്ന് പറഞ്ഞ സാധനമല്ല. കാരണം നമ്മൾ ലൈവ് ഇട്ടപ്പോ അവിടെ കറണ്ട് പോയത് വരെ ഈ വീഡിയോ ഉണ്ടാവും. കാരണം എന്താണ്, അവിടെ ജനറേറ്റർ കൊടുങ്ങാണ്ടാണ് ഇത് ഇതാക്കിയിരിക്കുന്നത്, വെച്ചിരിക്കുന്നത്. ഈ ജനറേറ്ററിന് ഇടക്കിടക്ക് ഓഫ് ആവും. ഒരു 4 ദിവസമായിട്ട് ആ ഭാഗത്ത് കറണ്ട് ഇല്ല. അങ്ങനെ ഈ പെരന്റെ പിന്നെ ഉള്ളിൽ വെച്ചാണ്ട് ഹാളിൽ വെച്ചുകൊണ്ടാണ് നമ്മള് സിറ്റ് ഔട്ടിൽ വെച്ചുകൊണ്ടാണ് ഇത് ഇതാക്കിയത്. ഇത് അത് മനസ്സിലാക്കാം. ഇപ്പം നിങ്ങൾ ഇതിനകത്ത് ഒരു മെയിൻ ഒരു ആളായിട്ട് എല്ലാവരും കാണാനുള്ള കാരണം, ഒന്ന് ഈ ഞറക്കെടുത്തതിനകത്ത്, അതായത് നിങ്ങൾ കൈയിട്ട് എടുക്കുന്നതിനകത്ത് പറ്റിയൊരു മിസ്റ്റേക്കാ. 2 ഒരു സാധനം ഇല്ലെങ്കിൽ ഇത് ഇവിടെ ഒന്നും സംഭവിക്കത്തില്ല. അത് മാത്രമല്ല അല്ല അതല്ല ഞാൻ എടുത്തിട്ടില്ല കുട്ടി പോയി. ഇതൊന്നൊരു വിഷയം ഉണ്ടാവില്ല. അല്ല ഞാൻ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. ഇപ്പൊ അതിനകത്ത് നിന്ന് ഇത്രയും താന്നിട്ടൊരു സാധനം എടുക്കുന്നത്. രണ്ടാമത് ഈ ജിംനിയുടെ എടുക്കാനായിട്ടുള്ള മറ്റേ പുള്ളിക്കാരനും ഇതുപോലെ രീതിയിലാണ് എടുക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും എടുക്കുന്ന ഒരേ രീതിയിലാണ്. അതിനുശേഷം ബുള്ളറ്റ് എടുക്കുന്ന ആള് മുകളിൽ നിന്ന് എടുക്കുന്നത്. അതിനുശേഷം 4ാമത് ആക്റ്റീവ് എടുക്കാനായിട്ട് ഇടുന്ന ആള് അടിയിലേക്ക് കൈ ഇടുമ്പോഴത്തേക്കും തൊട്ടടുത്തിരിക്കുന്ന ആൾ അടിയിലൊക്കെ കൈ ഇടണ്ടെന്ന് പറഞ്ഞ് കയ്യിൽ തട്ടി മാറ്റും. ലൈവ് ഒന്നുകൂടെ നോക്കിയാൽ മതി. കയ്യിൽ തട്ടി മാറ്റും. അടിയിൽ കൈ ഇടണ്ടെന്ന് പറഞ്ഞ് കൈ തട്ടി മാറ്റി. ഇത് ഇപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്കിടയിലേക്ക് സംശയം വരുന്നൊരു കാര്യം. ഇപ്പം രണ്ടുപേരും അടിയിലേക്ക് കൈ ഇട്ട് ബാക്കിയുള്ളവർ അടിയിലേക്ക് കൈ ഇടുന്നില്ല. പിന്നെ അതിനകത്ത് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും ഏറ്റവും മുകളിലിട്ടാണ് മിക്സ് ചെയ്യുന്നത്. താഴേക്കൊക്കെയാണ് കൈ പോകുന്നില്ല. ഇപ്പൊ മുകളിലോട്ട് മിക്സ് ചെയ്യും. നമ്മളിപ്പോൾ ഒരു ബിരിയാണി എടുക്കുമ്പോഴത്തേക്കും മുകളിൽ മിക്സ് ചെയ്ത് ആ മിക്സ് ആയി നമ്മൾ എടുക്കുന്നത്. പക്ഷെ നമ്മൾ മുകളിൽ മിക്സ് ചെയ്തിട്ട് ഏറ്റവും അടിയിലേക്ക് പോയിട്ടാണ് ഒരു സാധനം എടുക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ജെന്യുവൻ ആയിട്ടുള്ള നമുക്ക് തോന്നുന്ന ഡൗട്ട്സാ. പിന്നെ ഈ പറഞ്ഞ നമുക്ക് ഈ പ്രൈസ് കിട്ടിയിട്ടുള്ള ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ഈ സംഭവം ഇവർ മറച്ചു വെച്ച കാര്യവും, സെക്കൻഡ് പ്രൈസ് കിട്ടിയ ആളുടെ അളിയനാണ് അവിടെ വൈറ്റ് ഷർട്ട് ഇട്ട് ടീഷർട്ട് ഇട്ടോടെ നിൽക്കുന്നത് എന്നൊക്കെ പറയുന്നത്. അപ്പം ഇത് പിന്നെ കൂടുതലല്ലേ? അതിന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇതൊക്കെ അറിയായിരുന്നു ഈ സംഭവം. ഇവർക്ക് രണ്ടുപേരും തമ്മിലുള്ള റിലേഷൻ ഉണ്ടായിരുന്നെന്നും ഇവരെല്ലാം ഇവരുടെ ഫാമിലി ആയിരുന്നെന്നും മകന്റെ കൂട്ടുകാരനാണ് ഇത് അടിച്ചതെന്നും ഉള്ള കാര്യങ്ങളൊക്കെ ഇത് എനിക്ക് അറിയുന്നല്ല. കാരണം ഇവര് ബന്ധമുണ്ട്, ഇവര് പിന്നെ കുടുംബക്കാരാണെന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. ഞാൻ ഇത് കിട്ടിയിട്ട് ഈ അടിച്ച ടീം ഉണ്ടല്ലോ, ഈ അടിച്ച ടീമിനെ തന്നെ ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. വീടടിച്ചാളെ ഷാഫി, ഈ ഷാഫി എന്ന് പറഞ്ഞത് ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അതേപോലെ ഈ നാസർ ഖാനോട് ഞാൻ ചോദിച്ചു, നിങ്ങളത് അറിയോ ചോദിച്ചു. ഇയാളും പറഞ്ഞത് ഇന്നേ വരെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. മൂപ്പരും കണ്ടിട്ടില്ല. ഇനി ഇതിന്റെ ടിക്കറ്റിന്റെ പിന്നെ അതാണ് ഞാൻ പറയുന്നത്. നീ ശരിക്ക് കേട്ടോ. ഇത് ഈ അൻവർ ഉണ്ടല്ലോ, ഇവര് പിന്നെ ഇയാളെ മകനാണ്. വീഡിയോ ഞാൻ കണ്ടായിരുന്നു. ഇതൊരു 4 വർഷം മുന്നേ ഇവൻ ഇൻസ്റ്റയിൽ ഇവന്റെ വൈഫിന്റെ ഫ്രണ്ടാണ്. ഒരു കാലിന് സുഖമില്ലാത്തൊരു കുട്ടിയാണ്.